ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ IP അഡ്രസ് ആണ് യൂസ് ചെയ്യുക. ആ ഡിവൈസിലെ ഒരു പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ പോർട്ട് നമ്പർ വേണം. പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ്. അതായത് 16 ബിറ്റ് എന്ന് പറയുമ്പോൾ 2⁻16 -1 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോർട്ട് നമ്പേഴ്സ് ഉണ്ടാവും. അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു പോർട്ട് നമ്പർ ആയിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്. അതായത് എല്ലാ പ്രോട്ടോകോൾസിന്റെയും പോർട്ട് നമ്പേഴ്സ് ആയിട്ട് നമുക്ക് ഓരോന്നും ഫിക്സഡ് ആണ്. ആ വെൽ നോൺ ആയിട്ടുള്ള പോർട്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ ആ ഫിക്സഡ് ആയിട്ടുള്ള പോർട്ട് നമ്പേഴ്സ് ആണ് നോർമലി യൂസ് ചെയ്യാറുള്ള പോർട്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ വെൽ നോൺ എന്ന് പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് 1024 അതിനും ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ വെൽ നോൺ പോർട്ട് നമ്പേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം. HTTP സെർവറിന്റെ പോർട്ട് നമ്പർ എത്രയാണ്, 80 ആണെന്ന് അറിയാം. അതുപോലെ തന്നെ FTPയുടെ എത്രയായിരുന്നു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? FTP കൺട്രോൾ കണക്ഷന്റെയും ഡേറ്റ കണക്ഷന്റെ പോർട്ട് നമ്പേഴ്സ് എത്രയായിരുന്നു, ഓർക്കുന്നുണ്ടോ? 21 20 ഒക്കെ പറഞ്ഞല്ലേ നമ്മള്. ഓക്കെ, അതൊക്കെയാണ് വെൽ നോൺ പോർട്ട് നമ്പേഴ്സ് എന്ന് വരുന്നത്. 1024 മുതൽ 4915 വരെ എന്താ പറയാ, സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പേഴ്സ് ആണ്. പിന്നെ ഡൈനാമിക് പോർട്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് 49152 മുതൽ 2⁻16 -1 വരെ ഉള്ളത്. ഓക്കെ, ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള പോർട്ട് നമ്പേഴ്സിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വെൽ നോൺ പോർട്ട് നമ്പേഴ്സിനും രജിസ്റ്റേർഡ് പോർട്ട് നമ്പേഴ്സിനും ഡൈനാമിക് പോർട്ട് നമ്പേഴ്സിനും. ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ നമുക്കറിയാം സോക്കറ്റ് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്. Socket address is the combination of IP address plus port number. Port numberന്റെയും IP അഡ്രസ്സിന്റെയും കോമ്പിനേഷനാണ് നമ്മൾ എന്തെന്ന് പറയാ, സോക്കറ്റ് അഡ്രസ് എന്ന് പറയാം. ഇനി എൻകാപ്സുലേഷൻ ആൻഡ് ഡീകാപ്സുലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതായത് ഇത് സെൻഡറിന്റെ സൈഡിലുള്ള ആപ്ലിക്കേഷൻ ലെയറും ട്രാൻസ്പോർട്ട് ലെയറും, ഇത് റിസീവറിന്റെ സൈഡിലുള്ള ആപ്ലിക്കേഷൻ ലെയറും ട്രാൻസ്പോർട്ട് ലെയറും. അപ്പം ഇവിടെ ആപ്ലിക്കേഷൻ ലെയർ അയക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് പ്രോസസ് ആണ്. നമുക്കറിയാം ആപ്ലിക്കേഷൻ ലെയർ എൻറ്റിറ്റിയാണ് പ്രോസസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് വരുന്നതാണ് നമ്മുടെ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് അതായത് ഒരു ലെയറിൽ കിട്ടുന്ന ഡേറ്റയ്ക്കാണ് നമ്മൾ പേലോഡ് എന്ന് പറയാം. അപ്പൊ ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ കിട്ടുന്ന പേലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആപ്ലിക്കേഷൻ ലെയറിലെ മെസ്സേജ് ആയിരിക്കും. അതിന്റെ കൂടുതൽ ആപ്ലിക്കേഷൻ ലെയർ എന്ത് ചെയ്യും, ഒരു ഹെഡർ ആഡ് ചെയ്യും. ഈ ഹെഡർ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, എൻകാപ്സുലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഡീകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റിസീവറിന്റെ സൈഡില് ട്രാൻസ്പോർട്ട് ലെയറിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ സെന്ററിന്റെ സൈഡിൽ ആപ്ലിക്കേഷൻ ലെയറിൽ ആഡ് ചെയ്ത ഹെഡറിനെ റിമൂവ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, തൊട്ടുമേളിലുള്ള ആപ്ലിക്കേഷൻ ലെയറിലോട്ട് അയക്കുന്നത്. ആ റിമൂവ് ചെയ്ത പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡീകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ദെൻ മൾട്ടിപ്ലെക്സിങ്ങും ഡിമൾട്ടിപ്ലെക്സിങ്ങും നമ്മളൊന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്ന PDF കാണാലോ അല്ലെ? PDF ക്ലിയർ ആണോ? അപ്പൊ ഇനി ഡിമൾട്ടിപ്ലെക്സിങ്ങും മൾട്ടിപ്ലെക്സിങ്ങും. ഓക്കെ, ഇത് നമുക്കറിയാം ആപ്ലിക്കേഷൻ ലെയറിൽ എന്താണ്, ഈ ഫിഗറിനകത്തൊന്ന് മാത്രം പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് തനിയെ എഴുതാവുന്ന കാര്യമുള്ളൂ. ഇവിടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് സെന്ററിന്റെ സൈഡിലുള്ള ആപ്ലിക്കേഷൻ ലെയറും ട്രാൻസ്പോർട്ട് ലെയറും. ആപ്ലിക്കേഷൻ ലെയറിലെ എൻറ്റിറ്റിയാണ് നമ്മൾ പ്രോസസ് എന്ന് പറയാം. ഈ പ്രോസസ് ഓരോ പ്രോസസ്സ് എന്തുണ്ടാവും, ഓരോ മെസ്സേജിന് അയക്കുന്നുണ്ടാവും. ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ മൾട്ടിപ്ലെക്സിങ് നടക്കും. മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജസിന് എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ വരുന്ന മെസ്സേജസിന് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിലോട്ട് കൊടുക്കുമ്പോൾ എന്താണ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താ, കുറച്ച് ഇൻപുട്ട് ഉള്ളതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രമായിട്ട് സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്ലക്സർ എന്ന് പറയാം. അപ്പൊ ഇവിടെ വരുന്ന മൾട്ടിപ്ലക്സറിന്റെ ഇൻപുട്ട് ആയിട്ട് കിട്ടുന്ന എന്തായിരിക്കും, ആപ്ലിക്കേഷൻ ലെയറിൽ നിന്നുള്ള മെസ്സേജസ് ആയിരിക്കും. ഈ മെസ്സേജസിനെ ഏത് മെസ്സേജ് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന ആരായിരിക്കും, ട്രാൻസ്പോർട്ട് ലെയറിലെ മൾട്ടിപ്ലക്സർ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ മൾട്ടിപ്ലക്സർ തീരുമാനിക്കും ഈ ഓരോ മെസ്സേജസും എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളത്. ഇതിപ്പോ 2 സെർവർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരു സെർവറായിട്ട് ഫിഗർ വരയ്ക്കാം കേട്ടോ. ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു ക്ലയന്റ് ഒരു സെർവറും വരച്ചാൽ മതിയോ. അപ്പം ഇവിടെ നിന്ന് അയക്കുന്ന ഈ 3 പാക്കറ്റും ഇവിടെ എന്ന് വന്നിരിക്കണം എന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പം 3 പാക്കറ്റ് എന്ന് പറയുന്നതിനകത്ത് പാക്കറ്റ് 1ഉം പാക്കറ്റ് 3യും ആദ്യത്തെ ഒരു സെർവറിനകത്തേക്കാണ് പോയത്. പാക്കറ്റ് 2 പോയത് വേറൊരു സെർവറിനകത്തേക്കാണ് പോയത്.
ഓക്കെ, അപ്പം അവിടെ രണ്ടിടത്തും എന്തുണ്ടായിരിക്കണം? ഡീമൾട്ടിപ്ലക്സർ ഉണ്ടായിരിക്കും. കാരണം മൾട്ടിപ്ലക്സ് ചെയ്തിട്ടാണ് ഇവിടുന്ന് വരുന്നത്. അതിന് എന്ത് ചെയ്യണം? ഡീമൾട്ടിപ്ലക്സ് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ ലെയറിനകത്തേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം സെന്ററിന്റെ സൈഡിൽ മൾട്ടിപ്ലക്സിങ്ങും റിസീവറിന്റെ സൈഡിൽ എന്ത് നടക്കും? ഡീമൾട്ടിപ്ലക്സിങ്ങും നടക്കും. ഇത്രയുമാണ് പറഞ്ഞു നിർത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് ലെയറിൽ നടക്കുന്ന ഒരു ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ അതിന്റെ സർവീസ് എന്ന് പറയുന്നതാണ് ഫ്ലോ കൺട്രോൾ. ഓക്കെ, ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്കിപ്പോൾ രണ്ട് രീതിയിൽ പാക്കറ്റ്സിന് നമുക്ക് ഡെലിവറി ചെയ്യാം. ഓക്കെ, അതായത് സെൻഡർ റിസീവർ എന്ന് പറയുന്ന രണ്ട് പേരുണ്ടെങ്കിൽ, അതായത് ഒരാൾ അയക്കുന്നു, ഒരാൾ റിസീവ് ചെയ്യുന്നു. ഓക്കെ, സപ്പോസ് സെൻഡർ എന്ന് പറയുന്നത് ഡേറ്റ വളരെ ഫാസ്റ്റ് ആയിട്ട് അയക്കാം. റിസീവർ അത് റിസീവ് ചെയ്യുന്ന സ്പീഡ് വളരെ കുറവാണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കാം? ആരെങ്കിലും ഒന്ന് പറഞ്ഞോ. സെൻഡർ അയക്കുന്ന മെസ്സേജസ്, സെൻഡറിന്റെ മെസ്സേജ് അയക്കുന്ന സ്പീഡ് വളരെ കൂടുതലാണ്. വളരെ പെട്ടെന്ന് മെസ്സേജസ് അയക്കും. പക്ഷെ റിസീവറിന് അതേ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? ഡേറ്റ നമുക്ക് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്, പാക്കറ്റ് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമുക്ക് ഫ്ലോ കൺട്രോൾ വേണ്ടി വരാം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. അതായത് സെൻഡറും റിസീവറും തമ്മിൽ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന് പുഷിംഗ് എന്ന് പറയും, ഒന്ന് പുള്ളിങ് എന്ന് പറയും. ഇവിടെ എഴുതിയിരിക്കുന്ന തിയറിനേക്കാളും ബെറ്റർ ഞാൻ ചെറിയൊരു ഫിഗർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പുഷിംഗ് പുള്ളിങ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? മെസ്സേജസ് അയക്കാം. ഇവിടെ പ്രൊഡ്യൂസർ കൺസ്യൂമർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൺഫ്യൂഷൻ വരണ്ട, സെൻഡറും റിസീവറും തന്നെയാണ് കേട്ടോ. നമ്മൾ സെൻഡറും റിസീവറായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. പ്രൊഡ്യൂസർ കൺസ്യൂമർ നമ്മൾ പ്രോബ്ലം പഠിച്ചില്ലേ? പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും. കൺസ്യൂമർ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും. അവിടെ അത്രേ ഉള്ളൂ മീനിങ് കേട്ടോ. നമ്മൾ സെൻഡർ റിസീവർ എന്നുള്ള രീതിയിൽ തന്നെ എടുത്തോളൂ. അപ്പൊ ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഫിഗറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പുഷിംഗ് ആണ്, ഒന്ന് പുള്ളിങ് ആണ്. പറയാൻ പറ്റുമോ നോക്കിയേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഓർഡർ വ്യത്യാസം അതെന്തായിരിക്കും ഉദ്ദേശിച്ചത്? ആ ഓർഡറിന്റെ വ്യത്യാസം കിട്ടിയോ? ഒന്നുമില്ല. അതായത് പുഷിങ് പുള്ളിങ് എന്ന് പറഞ്ഞാൽ, പുഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻഡർ എന്ന് പറയുന്നത് റിസീവറുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവത്തില്ല. സെൻഡർ മെസ്സേജസ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? റിസീവർ റെഡി ആണോ, അതായത് ഞാൻ സെൻഡർ അയക്കുന്ന മെസ്സേജസ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണോ എന്ന് അറിയത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ അവിടെ നിന്നൊരു അക്നോളജ്മെന്റ് ഒന്നും വരുന്നില്ല. എങ്ങനെയാണ്? ഡയറക്റ്റ് ചുമ്മാ ഇങ്ങനെ മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അവിടെ എന്ത് വേണ്ടി വരും? ഫ്ലോ കൺട്രോൾ വേണ്ടി വരില്ലേ? കാരണം പ്രൊഡ്യൂസർ എന്താണ് ഇവിടെ? പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സെൻഡർ എന്താണ്? മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, റിസീവറിന് എന്താണ്? അത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം റിസീവർ നോട്ട് റെഡി ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പം റിസീവർ റെഡി ആണോ എന്ന് നോക്കാതെ സെൻഡർ എന്ത് ചെയ്യും? മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം ഇവിടെ നയിക്കുന്ന എല്ലാ മെസ്സേജസും റിസീവറിൽ എത്തിയെന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ഫ്ലോ കൺട്രോള് വേണ്ടി വരും. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പുള്ളിങ് എന്നാണ് പറയാം. ഇവിടെ ഫസ്റ്റ് റിസീവർ എന്ത് പറയും? ഞാൻ റെഡിയാണ്, നിങ്ങൾ മെസ്സേജ് അയച്ചോ എന്ന് പറയും. ഓക്കെ, റിസീവർ ആദ്യമേ പറയും, സെൻഡറിനോട് പറയും, നിങ്ങൾ മെസ്സേജ് അയക്കും, ഞാൻ ഇവിടെ റെഡിയാണ്, സ്വീകരിക്കാൻ റെഡിയാണെന്ന് പറയുമ്പോൾ മാത്രം ആര് മെസ്സേജ് അയക്കും? സെൻഡർ മെസ്സേജ് അയക്കും. അങ്ങനെയുള്ള ഒരു സിനാരിയോയിൽ നമുക്ക് അവിടെ മെസ്സേജസ് ലോസ്റ്റ് ആയി പോകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അവിടെ നമുക്ക് ഫ്ലോ കൺട്രോളിന്റെ ആവശ്യം വരത്തില്ല. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഫ്ലോ കൺട്രോൾ എപ്പോഴാണ് നമുക്ക് ആവശ്യമായിട്ട് വരാം? സെൻഡറും റിസീവറും തമ്മിൽ ഒരു കോമൺ എന്താ പറയാ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല പോകുന്നതെങ്കിൽ, അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ മെസ്സേജ് അയക്കുന്ന സിനാരിയോയിലെല്ലാം നമുക്ക് എന്ത് വേണ്ടി വരും? ഫ്ലോ കൺട്രോൾ വേണ്ടി വരും. മനസ്സിലായോ പറഞ്ഞത്? ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്കിയാൽ ഒരു പക്ഷെ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബാലൻസിങ് ദ റേറ്റ് ഓഫ് സെൻഡിങ് ദ പാക്കറ്റ്സ് ബേസ്ഡ് ഓൺ ദ റിസീവർ. റിസീവറിനെ ബേസ് ചെയ്തിട്ട് പാക്കറ്റ്സ് എന്തുമാത്രം സ്പീഡിൽ നമുക്ക് അയക്കാൻ വേണ്ടി പറ്റും, ആ ഒരു റേറ്റ് ഓഫ് സെൻഡിങ് പാക്കറ്റ്സിനെ ബാലൻസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയാം? ഫ്ലോ കൺട്രോൾ എന്ന് പറയാം.
ഇനി ഇതെന്ന് പറയുന്നത് ഈ പാക്കറ്റ് അയക്കുന്നത് രണ്ട് രീതിയിൽ സംഭവിക്കാം. ഫസ്റ്റ് വൺ ഈസ് പുഷിംഗ്. ദ സെൻഡർ ഡെലിവേഴ്സ് ഐറ്റംസ് വെനെവർ ദേ ആർ പ്രൊഡ്യൂസ്ഡ്. സെൻഡറിന് മെസ്സേജ് അയക്കണം എന്ന് തോന്നുമ്പം സെൻഡർ എന്ത് ചെയ്യും? മെസ്സേജ് അയക്കും വിത്തൗട്ട് എ പ്രയോർ റിക്വസ്റ്റ് ഫ്രം ദ കൺസ്യൂമർ. കൺസ്യൂമറിൽ നിന്നും ഒരു റിക്വസ്റ്റ് ഒന്നും വരുന്നില്ല, വരാതെ തന്നെ എന്ത് ചെയ്യും? സെൻഡർ ഐറ്റംസ് കൊടുക്കും. കൺസ്യൂമർ മേ ബി ഓവർവെൽംഡ് ആൻഡ് ദർ ഈസ് എ നീഡ് ഫോർ ഫ്ലോ കൺട്രോൾ. ഓക്കെ, അതായത് കൺസ്യൂമർ അല്ലെങ്കിൽ റിസീവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ ഓവർവെൽംഡ് എന്ന് പറയും. ഓവർവെൽംഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വീകരിക്കാൻ റെഡി അല്ലാതിരിക്കുന്ന സമയത്ത് മെസ്സേജസ് എന്തായി പോവും? ലോസ് ആയി പോകും. ഓക്കെ, അതാണ് ഓവർവെൽംഡ് ആൻഡ് ദർ ഈസ് എ നീഡ് ഫോർ ഫ്ലോ കൺട്രോൾ. അന്നേരം നമുക്ക് എന്ത് വേണ്ടി വരും? ഫ്ലോ കൺട്രോളിന്റെ ആവശ്യം വരും. ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു പ്രിവെന്റ് ഡിസ്കാർഡിംഗ് ഓഫ് ഐറ്റംസ്. അത് ഏത് ഡയറക്ഷനിലായിരിക്കും ഫ്ലോ കൺട്രോൾ എന്ന് പറയാം? ഡേറ്റയുടെ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക? ഫ്ലോ കൺട്രോൾ ചെയ്യേണ്ടി വരിക. ഇനി സെക്കൻഡ് ഡെലിവറി എന്ന് പറയുന്നത് പുള്ളിംഗ് ആണ്. പ്രൊഡ്യൂസർ ഡെലിവേഴ്സ് ദ ഐറ്റംസ് ആഫ്റ്റർ ദ കൺസ്യൂമർ ഹാസ് റിക്വസ്റ്റഡ് ദം. കൺസ്യൂമർ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ റിസീവർ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം സെൻഡർ മെസ്സേജസ് അയക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? പുള്ളിംഗ് എന്ന് പറയാം. ദെൻ ദർ ഈസ് നോ നീഡ് ഫോർ ഫ്ലോ കൺട്രോൾ. അവിടെ ഫ്ലോ കൺട്രോളിന്റെ ആവശ്യം ഉണ്ടാവില്ല. മനസ്സിലായോ? മനസ്സിലായോ? ഇനി അത് നമ്മൾ ജനറലി ഫ്ലോ കൺട്രോൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഫ്ലോ കൺട്രോൾ ട്രാൻസ്പോർട്ട് ലെയറിൽ എങ്ങനെയാണ് ഫ്ലോ കൺട്രോളിംഗ് എന്നാണ് ഈ ഇമേജിനകത്ത്, ഈ ഫിഗറിനകത്ത് പറയുന്നത്. അതായത് നമുക്കറിയാം ആപ്ലിക്കേഷൻ ലെയർ ഉണ്ട്, ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്. ഇത് സെൻഡറിന്റെ സൈഡ്, ഇത് റിസീവറിന്റെ സൈഡ്. ഓക്കെ, സെൻഡറിന്റെ സൈഡിൽ എന്താന്ന് നോക്കിക്കേ? ആപ്ലിക്കേഷൻ ലെയറിൽ നിന്നും വരുന്ന മെസ്സേജസ്. നമുക്കറിയാം ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് എന്താ വരുന്നത്? മെസ്സേജസ് ട്രാൻസ്പോർട്ട് ലെയറിലോട്ട് വന്നു. അപ്പൊ അവിടെ ട്രാൻസ്പോർട്ട് ലെയറിൽ ഈ മെസ്സേജസ് സ്വീകരിക്കുന്നതാണ് കൺസ്യൂമർ എന്ന് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്പോർട്ട് ലെയർ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷമല്ല എന്ത് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ ലെയർ മെസ്സേജ് അയക്കുന്നത്. ആപ്ലിക്കേഷൻ ലെയറിൽ എപ്പോഴാണോ മെസ്സേജ് റെഡി ആവുന്നത് അപ്പൊ തന്നെ എന്ത് ചെയ്യും? അത് ട്രാൻസ്പോർട്ട് ലെയറിലോട്ട് അയക്കും. ട്രാൻസ്പോർട്ട് ലെയർ റെഡി ആണോ എന്ന് നോക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ദർ ഈസ് എ നീഡ് ഫോർ ഫ്ലോ കൺട്രോൾ. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ഫ്ലോ കൺട്രോൾ വേണ്ടി വരും. ഇനി ഇൻ ബിറ്റ്വീൻ ദ ട്രാൻസ്പോർട്ട് ലെയർ ഓഫ് സെൻഡർ ആൻഡ് ദ റിസീവർ, റിസീവറിന്റെ സെൻഡറിന്റെയും ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഇടയ്ക്ക്, ഓക്കെ, അവിടെയും എന്തുണ്ട്? ഇവിടെയും അതായത് നമ്മൾ പറഞ്ഞല്ലോ ഒരു ലോജിക്കൽ കണക്ഷൻ ഉണ്ട്. എന്ത് തമ്മില്? സെൻഡറിന്റെ ട്രാൻസ്പോർട്ട് ലെയറും റിസീവറിന്റെ ട്രാൻസ്പോർട്ട് ലെയറും തമ്മിൽ ഒരു ലോജിക്കൽ കണക്ഷൻ ഉണ്ട് ആക്ച്വലി. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഇമാജിനറി കണക്ഷൻ ആണ്. ആ ഇമാജിനറി കണക്ഷനിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? ഇവിടത്തെ ട്രാൻസ്പോർട്ട് സെൻഡറിന്റെ ട്രാൻസ്പോർട്ട് ലെയർ മെസ്സേജസിനെ എന്താണ്? റിസീവറിലോട്ട് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ റിസീവർ അവിടെ റെഡി ആണോ നോക്കിയിട്ടല്ല അയക്കാം. അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് വേണ്ടി വരും? ഫ്ലോ കൺട്രോളിങ്ങിന്റെ ആവശ്യം വരും. ഇനി അറ്റ് റിസീവറിന്റെ സൈഡില് എങ്ങനെയാണ്? ആപ്ലിക്കേഷൻ ലെയർ റെഡി ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്യുന്നത്? മെസ്സേജസിനെ അയക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്? പുള്ളിംഗ് ആണ് നടക്കുന്നത്. ദർ ഇസ് നോ നീഡ് ഫോർ ഫ്ലോ കൺട്രോൾ. ഓക്കെ, അപ്പം ഈ ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫ്ലോ കൺട്രോളിനകത്ത് മെയിൻ ആയിട്ടും 4 കമ്പോണൻസ് ഉണ്ട്. ഒന്ന് എന്തൊക്കെയാ നോക്കിയേ? ഒന്ന് സെൻഡറിന്റെ സൈഡിലുള്ള ആപ്ലിക്കേഷൻ ലെയർ പ്രോസസ്. ഇനി സെൻഡറിന്റെ സൈഡിലുള്ള ട്രാൻസ്പോർട്ട് ലെയറിന്റെ എൻറ്റിറ്റി. റിസീവറിന്റെ ട്രാൻസ്പോർട്ട് ലെയർ, റിസീവറിന്റെ പ്രോസസ്, അതായത് ആപ്ലിക്കേഷൻ ലെയറിലുള്ള പ്രോസസ്. ഈ 4 കമ്പോണൻസ് തമ്മിലാണ് കാണിക്കുന്നത്. ഇവിടെ മൂന്ന് കമ്മ്യൂണിക്കേഷൻ ആണ് വരാം. അതിൽ 2 കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ഫ്ലോ കൺട്രോളിംഗ് വേണ്ടി വരും. ഓക്കെ, അതായത് എവിടേക്കാണ്? ആപ്ലിക്കേഷൻ സെൻഡറിന്റെ സൈഡിൽ ആപ്ലിക്കേഷൻ ലെയറും ട്രാൻസ്പോർട്ട് ലെയറും തമ്മിൽ ഫ്ലോ കൺട്രോൾ വേണം. അതുപോലെ തന്നെ സെൻഡറിന്റെ ട്രാൻസ്പോർട്ട് ലെയറും റിസീവറിന്റെ ട്രാൻസ്പോർട്ട് ലെയറും തമ്മിൽ എന്ത് വേണം? ഫ്ലോ കൺട്രോളിംഗ് വേണ്ടി വരും. ഇനി നോർമലി നമ്മൾ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബഫേഴ്സ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, ബഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ള വേർഡാണ്. എന്താ ബഫർ എന്ന് പറഞ്ഞാല്? എന്താ ബഫർ? അതൊക്കെ നമ്മൾ പലയിടത്തും പഠിച്ചിട്ടുള്ളതല്ലേ. ഹലോ, കേൾക്കുന്നില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞോ സുജിൻ? ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ്. ഓക്കെ, അതാരാ പറഞ്ഞേ? രാജേഷ്. ചെറിയൊരു സ്റ്റോറേജ്. ശരിക്കും സ്റ്റോറേജ് തന്നെയാണ്. ടെമ്പററി സ്റ്റോറേജിനാണ് നമ്മൾ ബഫർ എന്ന് പറയാം.
ഓക്കെ, ടെമ്പററി സ്റ്റോറേജ്. നമ്മള് സിഒഎ ഒക്കെ നിങ്ങൾ പഠിച്ച സമയത്തൊക്കെ ബഫർ പറഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. ഓക്കെ, ഇല്ലേ? ഓക്കെ, ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ പറഞ്ഞല്ലോ ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ, സെൻഡർ മെസ്സേജസ് അയക്കുന്നു, റിസീവറിന് കിട്ടണമെന്നില്ല. ഓക്കെ, റിസീവർ ആ സമയത്ത് റെഡി ആയിരിക്കത്തില്ല. റിസീവർ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും റിസീവർ റെഡി ആവും. അപ്പോഴത്തേക്കും ഈ മെസ്സേജ് എന്ത് ചെയ്തിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും, ഇല്ലേ? അപ്പം ആ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ബിറ്റ്വീൻ, അതായത് സെൻഡറിന്റെയും റിസീവറിന്റെയും ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബഫർ കീപ്പ് ചെയ്യും. അപ്പൊ ഈ ബഫറിന്റെ അഡ്വാൻറ്റേജ് എന്താ, സെൻഡർ അയക്കുന്ന മെസ്സേജസ് ഈ ബഫറിൽ കിടക്കും. ഓക്കെ, റിസീവർ എപ്പോഴാണോ റെഡി ആവുന്നത്, അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുന്നത്, അപ്പൊ റിസീവർ എന്ത് ചെയ്യും, ഈ ബഫറിൽ നിന്ന് മെസ്സേജസിന് എടുത്തോളും. അപ്പൊ മെസ്സേജസ് എന്താവത്തില്ല, നമുക്ക് ലോസ് ആയി പോകത്തില്ല. അങ്ങനെ നമ്മൾ ബഫേഴ്സ് ആണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ലെയറിൽ യൂസ് ചെയ്യുന്നത്. പിടികിട്ടിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചു നോക്കണം. ഞാൻ സ്പീഡ് കൂടുവാണെങ്കിൽ എന്നോട് പറയണേ, മിസ്സസ് സ്പീഡ് ഇച്ചിട്ട് കുറയ്ക്കോ എന്ന് പറയണം കേട്ടോ. ഇത് മനസ്സിലായല്ലോ, ഞാൻ അടുത്തലോട്ട് പോയിക്കോട്ടെ. ഇനി നെക്സ്റ്റ് നമ്മൾ എറർ കൺട്രോളിംഗ് ആണ് നോക്കുന്നത്. നമ്മൾ ഫ്ലോ കൺട്രോൾ പറഞ്ഞു, ആദ്യമേ എന്ത് പറഞ്ഞു, പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, എൻകാപ്സുലേഷൻ ആൻഡ് ഡീകാപ്സുലേഷൻ പറഞ്ഞു, മൾട്ടിപ്ലക്സിംഗ് ആൻഡ് ഡീമൾട്ടിപ്ലക്സിംഗ് പറഞ്ഞു, ഫ്ലോ കൺട്രോൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് എറർ കൺട്രോളിംഗ് ആണ്. ഓക്കെ, ഇനി എറർ കൺട്രോളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സെന്ററിന്റെ സൈഡിലും ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്, റിസീവറിന്റെ സൈഡിലും എന്തുണ്ട്, ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ രണ്ടിടത്തും എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എറർ കൺട്രോളിംഗ് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് അയക്കുന്ന മെസ്സേജസ്, സെൻഡർ അയക്കുന്ന മെസ്സേജസ് ചിലപ്പോൾ റിസീവറിൽ അവിടെ റിസീവ് ചെയ്യാതെ പോകാം. ഓക്കെ, അതായത് ഡിസ്കാർഡ് ആയി പോവാം. ഓക്കെ, ഇനി ചില പാക്കറ്റ് ഇവിടെ നിന്ന് അയക്കുന്ന പാക്കറ്റ് എന്തായിട്ട് പോവാം, ചിലപ്പോൾ എറർ ആയിട്ട് കറപ്റ്റഡ് പാക്കറ്റ്സ് ആയിട്ട് അവിടെ എന്ത് ചെയ്യാം, റിസീവറിലെത്താം. ഓക്കെ, എന്താണ് ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്ന സെൻഡർ അയക്കുന്ന മെസ്സേജസ് ചിലപ്പോൾ അവിടെ റിസീവ് ആകാതെ പോകാം, ഡിസ്കാർഡ് ആയി പോകാം. രണ്ട്, ഇവിടെ നിന്ന് അയക്കുന്ന മെസ്സേജസ് എറർ ആയിട്ട് അത് കറപ്റ്റഡ് ആയിട്ടും എന്ത് ചെയ്യാം, റിസീവറിൽ എത്തിച്ചേരാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ എറർ കൺട്രോൾ ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് ചെയ്യുന്ന അങ്ങനെയുള്ള പാക്കറ്റ്സിനെയൊക്കെ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതായത് ലോസ് ആയി പോകുന്ന പാക്കറ്റുകളും അതുപോലെ തന്നെ ഡിസ്കാർഡ് ആയി പോകുന്ന പാക്കറ്റുകളെയും കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം, അതിനെ ഒന്നുകൂടി സെൻഡ് ചെയ്യണം റിസീവറിന്. സെൻഡർ അയക്കുന്ന ഒരു പാക്കറ്റ് ചിലപ്പോൾ ഒന്ന് ലോസ് ആയി പോയി കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം, അതേതാണെന്ന് കണ്ടുപിടിച്ച് അതിനെ എന്ത് ചെയ്യണം, റീസെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ചില പാക്കറ്റ് എന്തായി പോകും, കറപ്റ്റഡ് ആയി പോവാം. അങ്ങനെയുള്ള പാക്കറ്റിനെ കണ്ടുപിടിച്ചിട്ട് അതിനെയും എന്ത് ചെയ്യണം, റീസെൻഡ് ചെയ്യണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വന്ന പാക്കറ്റ് എന്ത് ചെയ്യാം, പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ ആ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള പാക്കറ്റ്സിനെ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ചിട്ട് അതിനെ എന്ത് ചെയ്യണം, ഡിസ്കാർഡ് ചെയ്യണം. ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ, ദെൻ നാലാമത്തെ ഒന്നും പറയുന്നത് ബഫറിംഗ് ഔട്ട് ഓഫ്, ഒരു സെക്കൻഡ്, ഹലോ. ഓക്കെ, ഇനി ഒന്നാമത് പറഞ്ഞത് കറപ്റ്റഡ് ആയിട്ടുള്ള പാക്കറ്റ്സിനെ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ചിട്ട് അതിനെ എന്ത് ചെയ്യണം, ഡിറ്റക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ഓർഡർ അത് പറഞ്ഞില്ലേ. ഓക്കെ, പിന്നെ പറഞ്ഞത് എന്തായിരുന്നു, ലോസ്റ്റ് ആയിട്ടുള്ള പാക്കറ്റ്സിനെയും അതുപോലെ തന്നെ ഡിസ്കാർഡ്, അതായത് റിസീവ് ചെയ്യാതെ പോയ പാക്കറ്റ്സിനെ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ചിട്ട് അതിനെ റീസെൻഡ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ കണ്ടുപിടിക്കണം. ഇനി ഔട്ട് ഓഫ് ഓർഡർ പാക്കറ്റ്സ് ഉണ്ടാവും, അതായത് ഇവിടെ നിന്ന് അയക്കുന്ന അതേ ഓർഡറിലായിരിക്കില്ല റിസീവറിന്റെ സൈഡിൽ എത്തുന്നത്.
ഇവിടുന്ന് 1 അയച്ചു 1 കിട്ടി, 2 അയച്ചില്ല 2 അയച്ചു, ചിലപ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ടാവില്ല, 3 അയച്ചു 3 അവിടെ കിട്ടി, 3 കിട്ടി കഴിഞ്ഞിട്ടാവും എന്ത് അവിടെ കിട്ടുന്നത്, 2 കിട്ടുന്നത്. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയാം, ഔട്ട് ഓഫ് ഓർഡർ പാക്കറ്റ്സ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഔട്ട് ഓഫ് ഓർഡർ പാക്കറ്റ്സിനെ കറക്റ്റ് ആയിട്ട് ആ ഓർഡറിൽ തന്നെ തിരിച്ച് എന്ത് ചെയ്യണം, റിസീവറിൽ എത്തിക്കാം. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഏത് സർവീസ് ആണ്, എറർ കൺട്രോൾ, ട്രാൻസ്പോർട്ട് ലെയറിലെ എറർ കൺട്രോൾ ഫംഗ്ഷനാലിറ്റി ആണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള, അതായത് കറപ്റ്റഡ് ആയിട്ടുള്ള പാക്കറ്റ്സിനെ കണ്ടുപിടിക്കാനും ലോസ്റ്റ് ആയി പോയതിനെ കണ്ടുപിടിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് 2 കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് സീക്വൻസ് നമ്പർ, 2 എന്ന് പറയുന്നത് അക്നോളജ്മെന്റ് വിത്ത് ടൈമർ. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് പറയുന്ന മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീക്വൻസ് നമ്പർ. അതായത് സീക്വൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സീക്വൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ക്ലാസ്സിലെ റോൾ നമ്പർ ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക, ഒരു സ്റ്റുഡന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോൾ നമ്പർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ ഓരോ മെസ്സേജസും അയക്കുന്ന സമയത്ത് അതിന് ഒരു സീക്വൻസ് നമ്പർ അസൈൻ ചെയ്തിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പറാണ്, റിപ്പീറ്റേഷൻ വരത്തില്ല. റോൾ നമ്പർ പോലെ റിപ്പീറ്റേഷൻ വരാത്ത യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പറാണ് സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു സീക്വൻസ് നമ്പർ അസൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അയക്കുന്നത്. ഫോർ എക്സാമ്പിൾ 100 എന്ന് പറയുന്ന സീക്വൻസ് നമ്പർ ആണ് ആദ്യമേ സെൻഡർ റിസീവറിനോട്ട് അയക്കുന്നത്. ഓക്കെ, അപ്പം ഈ റിസീവറിന്റെ സൈഡില് അത് കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അക്നോളജ്മെന്റ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു അക്നോളജ്മെന്റ് തിരിച്ച് വന്നു കഴിയുമ്പോൾ 100 എന്ന് പറയുന്ന ഒരു പാക്കറ്റ്, അതിനൊരു ഫിഗർ ഓക്കെ, ഈ ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. വേറൊന്നും നിങ്ങൾ അതിനകത്തോട്ട് നോക്കണ്ട, ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ക്ലയന്റ് ട്രാൻസ്പോർട്ട് ലെയറും കാണാം, സെർവർ ട്രാൻസ്പോർട്ട് ലെയറും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ക്ലയന്റിന്റെ സൈഡിൽ, അതായത് സെൻഡറിന്റെ സൈഡിൽ ഒരു ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്, റിസീവറിന്റെ സൈഡിലും ഒരു ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് അയക്കുന്ന, അതായത് സെൻഡറിന്റെ സൈഡിൽ നിന്ന് അയക്കുന്ന ആ ഒരു പാക്കറ്റിന് ഒരു സീക്വൻസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് കൊടുത്തിരിക്കുന്ന സീക്വൻസ് നമ്പർ? എത്ര സീക്വൻസ് നമ്പർ കൊടുത്തിരിക്കുന്നത്? സെൻഡറിന്റെ സൈഡിൽ നിന്ന് അയക്കുന്ന പാക്കറ്റിന് ഒരു സീക്വൻസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 8000 കാണാമല്ലോ അല്ലെ? നിങ്ങൾക്ക് ഇമേജ് വലുതാക്കണം. ഇപ്പൊ കാണാമോ? ഓക്കെ, അതായത് ഇവിടെ ക്ലയന്റ് ട്രാൻസ്പോർട്ട് ലെയറും സെർവർ ട്രാൻസ്പോർട്ട് ലെയറും കാണാലോ. ക്ലയന്റ് ട്രാൻസ്പോർട്ട് ലെയർ, സെർവർ ട്രാൻസ്പോർട്ട് ലെയർ, അതായത് സെൻഡറിന്റെ സൈഡിലും റിസീവറിന്റെ സൈഡിലുള്ള ട്രാൻസ്പോർട്ട് ലെയർ ആണ്. അവ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഇത് നമ്മൾ മെസ്സേജ് എന്നല്ലാട്ട് പറയാം, സെഗ്മെന്റ് എന്നാണ് പറയാ, കാരണം ട്രാൻസ്പോർട്ട് ലെയർ ആയതുകൊണ്ട്. ഇനി ആ അയക്കുന്ന ആ ഒരു പാക്കറ്റിന്റെ സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് 8000 എന്നാണ്. ഓക്കെ, ഈ 8000 സീക്വൻസ് നമ്പർ ഉള്ള പാക്കറ്റ് റിസീവറിന്റെ സൈഡിൽ എത്തിയാൽ, റിസീവർ അതിനെ സ്വീകരിച്ചാൽ, ഓക്കെ, റിസീവർ അതിനെ സ്വീകരിച്ചാൽ അവിടെ നിന്ന് തിരിച്ചു വരുന്ന പാക്കറ്റില് അക്നോളജ്മെന്റ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് നോക്കിക്കേ. അക്നോളജ്മെന്റ് നമ്പർ എത്രയാ? 8001 ആണ്. ഓക്കെ, അപ്പൊ ഈ പാക്കറ്റ് അവിടെ എത്തി എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇനി റിസീവർ 8001 എന്ന് പറയുന്ന സീക്വൻസ് നമ്പർ ഉള്ള പാക്കറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം 8000 എന്ന് പറയുന്ന സീക്വൻസ് നമ്പർ ഉള്ള പാക്കറ്റ് എന്താണ്, റിസീവറിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് വരുന്ന പാക്കറ്റില് 8000 ആയിരുന്നു അക്നോളജ്മെന്റ് നമ്പർ എങ്കിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? അതിന് മുന്നത്തെ 8000 എന്ന് പറയുന്ന പാക്കറ്റ് അവിടെ എത്തിയിട്ടില്ല. മനസ്സിലായോ? ഇവിടെ നിന്ന് 8000 സീക്വൻസ് നമ്പർ ഉള്ള പാക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ നിന്ന് അയച്ചു. പക്ഷെ റിസീവറിൽ എത്തിയിട്ടില്ല എങ്കിൽ അവിടെ നിന്ന് വരുന്ന പാക്കറ്റിൽ എന്തായിരിക്കും, 8000 ആയി. കാരണം 8000 അവിടെ കിട്ടിയിട്ടില്ല. 8000 കിട്ടിയാലാണ് അവിടെ നിന്ന് അയക്കുന്ന അക്നോളജ്മെന്റ് നമ്പർ എന്താവുള്ളൂ, 8001 ആവത്തുള്ളൂ. ഓക്കെ,
അതായത് ആ സീക്വൻസ് നമ്പറും അക്നോളജ്മെന്റ് നമ്പറും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പറാണ്. ഓക്കെ, യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സേജിന് ആ ഒരു നമ്പർ യുണീക്ക് ആയിരിക്കും. ഓരോരു മെസ്സേജിന് എന്തുണ്ടാവില്ല, ആ സീക്വൻസ് നമ്പർ ഉണ്ടാവില്ല. അപ്പൊ 8000 സീക്വൻസ് നമ്പർ ആയിട്ടുള്ള ഒരു പാക്കറ്റ് ഇവിടെ നിന്ന് അയച്ചാൽ റിസീവർ അത് കിട്ടിയാൽ റിസീവർ അയക്കുന്ന പാക്കറ്റിനകത്ത് അക്നോളജ്മെന്റ് നമ്പർ അടുത്ത സീക്വൻസ് നമ്പർ ആയിരിക്കും. ഓക്കെ, അതായത് ഇനി റിസീവർ റിസീവ് ചെയ്യാൻ റെഡി ആയിരിക്കുന്നത് 8001 സീക്വൻസ് നമ്പർ ഉള്ള പാക്കറ്റ് ആണ്. ഓക്കെ, ഇനി അത് ഇവിടെ കിട്ടി കഴിയുമ്പോൾ തിരിച്ച് സെൻഡർ അയക്കുന്നത് എന്താന്ന് നോക്കിക്കേ. അതിനകത്ത് സീക്വൻസ് നമ്പർ അക്നോളജ്മെന്റ് നമ്പർ നോക്കിക്കേ എന്താണ്. ആ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതായത് സെൻഡറിന്റെ സൈഡിൽ നിന്നും റിസീവർ 8000 സീക്വൻസ് നമ്പർ ഉള്ള ഒരു പാക്കറ്റ് അയച്ചു. അത് അവിടെ കിട്ടിയത് കൊണ്ട് സെർവറിന്റെ അല്ലെങ്കിൽ റിസീവറിന്റെ സൈഡിൽ നിന്നും ഒരു പാക്കറ്റ് അയച്ചു. അതിന്റെ സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരുന്നു? 15,000 ആ. ഓക്കെ, അതിന്റെ അക്നോളജ്മെന്റ് നമ്പർ എത്രയാ നോക്കി? 8001 ആണ്. അതിന്റെ അർത്ഥം 8000 എന്ന് പറയുന്ന പാക്കറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി 8001 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ തിരിച്ച് സെൻഡർ എന്താ അയക്കുന്നത് നോക്കിയേ? 8001 ആണ് സീക്വൻസ് നമ്പർ ആയിട്ടുള്ള പാക്കറ്റ് അയക്കാം. അതിനകത്ത് അക്നോളജ്മെന്റ് നമ്പർ നോക്കിക്കേ എന്താണ്? 15,001 ആണ്. കാരണം എന്താണ്? 15,000 എന്ന് പറയുന്ന സീക്വൻസ് നമ്പർ ഉള്ള പാക്കറ്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. എവിടെ? സെൻഡറിന്റെ സൈഡിലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തിരിച്ചു കൊടുക്കുന്ന അക്നോളജ്മെന്റ് നമ്പർ എത്രയാ? 15,001. അപ്പൊ ഇനി ഈ ക്ലയന്റിന്റെ സൈഡ് എക്സ്പെക്ട് ചെയ്യുന്ന ഏതായിരിക്കും? 15,001 എന്ന് പറയുന്ന സീക്വൻസ് നമ്പർ ഉള്ള പാക്കറ്റ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമ്മൾ സീക്വൻസ് നമ്പർ വെച്ചിട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മെസ്സേജ് അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടിയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഒന്നാമത്തെ എറർ കൺട്രോളിനകത്ത് ഒന്നാമത്തെ പോയിന്റിനകത്ത് പറയുന്നത്. ഇതല്ലേ എറർ കൺട്രോളിനകത്ത് ഒന്നാമത്തെ പോയിന്റിനകത്ത് പറഞ്ഞത് അതാണ്. use sequence number for error control which is a modulo 2 raised to m. അതായത് നമ്മളിവിടെ modulo function യൂസ് ചെയ്തിട്ടാണ് സീക്വൻസ് നമ്പർ അസൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. m bits ആണെന്നുണ്ടെങ്കിൽ 2 raised to m വരെ എന്ത് വരാം? സീക്വൻസ് നമ്പർ വരാം. Okay, sequence numbers are used to inform the sender of packet error to know the order of packets sent and to find duplicate packets included in header. നമുക്കറിയാൻ പറ്റത്തില്ലേ? അതായത് ഇവിടെ നിന്ന് അയക്കുന്ന പാക്കറ്റ് കറക്റ്റ് ആയിട്ട് റിസീവറിൽ എത്തിയോന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇല്ലേ? അല്ലെങ്കിൽ എന്താ പറയാ, 8000 അയച്ചു, തിരിച്ചു വരുന്നതിനകത്തുള്ള അക്നോളജ്മെന്റ് നമ്പർ 8005 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 8000 അവിടെ കിട്ടിയിട്ടില്ല, 8004 അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഔട്ട് ഓഫ് ഓർഡർ ആണ് റിസീവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? ആ ഒരു പോയിന്റ് കിട്ടിയോ? ഇനി രണ്ടാമത്തെ പറയുന്നത് അക്നോളജ്മെന്റ് വിത്ത് ടൈമേഴ്സ്. അതെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ ഔട്ട് ഓഫ് ആയിട്ടുള്ള പാക്കറ്റ്സിനെയും അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് റീസെൻഡ് ചെയ്യേണ്ടി വരുമെന്ന്. ഓക്കെ, ഇനി ഒരു പാക്കറ്റ് നമുക്ക് ലോസ് ആയി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറപ്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, അതായത് ഇപ്പൊ ഞാൻ സെൻഡർ എന്ത് ചെയ്യണോ? ഒരു മെസ്സേജിന് അയക്കുക. ഓക്കെ, 8000 സീക്വൻസ് നമ്പർ ഉള്ള ഒരു മെസ്സേജ് അയച്ചു. എന്നിട്ട് അതിന്റെ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചു 5 മില്ലി സെക്കൻഡ് എന്ന്. ആ 5 മില്ലി സെക്കൻഡ് ടൈമർ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 5 മില്ലി സെക്കൻഡിനുള്ളിൽ തിരിച്ച് അക്നോളജ്മെന്റ് വരണം. ഓക്കെ, വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ പാക്കറ്റ് ഒന്നുകൂടി അയച്ചു കൊടുക്കും. കാരണം അപ്പൊ സെൻഡർ വിചാരിക്കുന്നത് എന്താണ്? ഞാൻ അയച്ച പാക്കറ്റ് അവിടെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒന്നുകൂടെ അയക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു ടൈമർ കൂടി, അക്നോളജ്മെന്റ് വരാൻ വേണ്ടിയിട്ട് ഒരു ടൈമർ കൂടി സെറ്റ് ചെയ്യും. ആ ടൈമിനുള്ളിൽ അക്നോളജ്മെന്റ് വന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? ആ പാക്കറ്റ് അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ള അസംഷനിൽ എന്ത് ചെയ്യും? റീസെൻഡ് ചെയ്യും. ഓക്കെ, അതാണ് രണ്ടാമത്തെ മെത്തഡോളജി. ഈ രണ്ട് മെത്തേഡ്സും യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്പോർട്ട് ലെയറിലെ എററിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എറർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പാക്കറ്റ് ലോസ് ആയി പോകുന്ന പാക്കറ്റിനെ കണ്ടുപിടിക്കണം, കറപ്റ്റഡ് ആയിട്ടുള്ള പാക്കറ്റ്സിനെ കണ്ടുപിടിക്കണം, ഔട്ട് ഓഫ് ഓർഡർ ആയിട്ടുള്ള പാക്കറ്റ്സിനെ കണ്ടുപിടിക്കണം, ഡിസ്കാർഡ് ചെയ്ത പാക്കറ്റ്സിനെ കണ്ടുപിടിക്കണം. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഓക്കെ ആണോ? അതിന് വേണ്ടിയിട്ട് സീക്വൻസ് നമ്പറും അക്നോളജ്മെന്റ് വിത്ത് ടൈമറും യൂസ് ചെയ്യാം. കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും കൂടെ ഒരുമിച്ച് നമുക്ക് യൂസ് ചെയ്യാന്ന് പറയാം. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഫ്ലോ കൺട്രോളിനകത്ത് നമ്മൾ ബഫേഴ്സ് പറഞ്ഞല്ലോ.
അപ്പൊ സെൻഡറിന്റെ സൈഡിൽ ഒരു ബഫർ യൂസ് ചെയ്യുക, റിസീവറിന്റെ സൈഡിൽ എന്ത് ചെയ്യുക, ഒരു ബഫർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അക്നോളജ്മെന്റ് നമ്പർ യൂസ് ചെയ്യുക, സീക്വൻസ് നമ്പർ ഉപയോഗിക്കുക, ആ ടൈമറും, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളോട് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ട് ലെയറിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഫ്ലോ കൺട്രോളിന് വേണ്ടിയിട്ട് ബഫേഴ്സ് സെൻഡറിന്റെ സൈഡിലും ബഫർ കീപ്പ് ചെയ്യുക, റിസീവറിന്റെ സൈഡിലും ബഫർ കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ സെൻഡർ അയക്കുന്ന മെസ്സേജിന് സീക്വൻസ് നമ്പർ കൊടുക്കുക, അക്നോളജ്മെന്റ് നമ്പറും വെക്കുക. അതുപോലെ തന്നെ ടൈമറും വെച്ചിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് ടൈമർ വെച്ച് കഴിഞ്ഞാൽ ടൈമിനുള്ളിൽ വന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോയിനെയും എററിനെയും ഒരുമിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്രയാണ് അതിനകത്ത് പറയുന്നുള്ളൂ. ഇനി കൺജങ്ഷൻ കൺട്രോൾ. ആ കൺജങ്ഷൻ കൺട്രോൾ ആക്ച്വലി നമ്മൾ ഇത് ട്രാൻസ്പോർട്ട് ലെയറിൽ, നെറ്റ്വർക്ക് ലെയറിൽ കൺജങ്ഷൻ കൺട്രോൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, കൺജങ്ഷൻ കൺട്രോൾ നെറ്റ്വർക്ക് ലെയറിൽ പഠിക്കുന്നുണ്ട്. ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ കൺജങ്ഷൻ കൺട്രോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കാണാറില്ല. പിന്നെ കൺജങ്ഷൻ കൺട്രോൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കൺജങ്ഷൻ ഓക്കേഴ്സ്, കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ട്രാഫിക് ആണ് കേട്ടോ ഉദ്ദേശിക്കാം. ട്രാഫിക്, അതായത് നമ്മൾ പറയില്ലേ ഹെവി ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു റോഡിലൂടെ ഹെവി ട്രാഫിക് ആണെന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, ആ ഒരു റോഡിലൂടെ പോകാൻ പറ്റുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസിന്റെ എണ്ണം അതിനേക്കാളും ലിമിറ്റ്, ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റിനേക്കാളും കൂടുതലാണെന്നല്ലേ അർത്ഥം നമ്മൾ ട്രാഫിക് ഹെവി ആണെന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിലൂടെ പോകുന്ന ഡേറ്റയ്ക്ക് ഒരു മാക്സിമം, അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിന് പോകുന്ന പാത്തിന് അതിന് ഒരു മാക്സിമം കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മാക്സിമം ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനേക്കാളും കൂടി പോവുകയാണെങ്കിൽ ആ നെറ്റ്വർക്ക് കൺജങ്ഷനിലാണെന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ അവിടെ കൺജങ്ഷൻ ഉണ്ടായി എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പം ഈ കൺജങ്ഷൻ, ട്രാൻസ്പോർട്ട് ലെയറിൽ കൺജങ്ഷൻ ഉണ്ടാവാനുള്ള മെയിൻ കാരണം നെറ്റ്വർക്ക് ലെയറിൽ ഉണ്ടാകുന്ന കൺജങ്ഷൻ മൂലമാണ് ട്രാൻസ്പോർട്ട് ലെയറിൽ കൺജങ്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ മെക്കാനിസംസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നെറ്റ്വർക്ക് ലെയർ പഠിക്കുമ്പോൾ അവിടെ ഓപ്പൺ ലൂപ്പും ക്ലോസ്ഡ് ലൂപ്പും കൺജങ്ഷൻ കൺട്രോൾ മെക്കാനിസംസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് തന്നെ പഠിച്ചു വെച്ചാൽ മതി. കാരണം ഒരിക്കലും നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് നമുക്ക് കൺജങ്ഷൻ കൺട്രോൾ കൊണ്ടുവരേണ്ട ആവശ്യം വരത്തില്ല. കാരണം നെറ്റ്വർക്ക് ലെയറിലാണ് കൺജങ്ഷൻ ഉണ്ടാകുന്നത്. ആ നെറ്റ്വർക്ക് ലെയറിൽ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് വൺ, അതായത് ട്രാൻസ്പോർട്ട് ലെയറിന്റെ സർവീസിനകത്ത് ലാസ്റ്റ് വൺ പറയുന്നത് കണക്ഷൻ ലെസ്, കണക്ഷൻ ഓറിയന്റഡ്. ഇത് ഓൾറെഡി നമ്മൾ ഒന്ന് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത്. കണക്ഷൻ ലെസ്. ഓക്കെ, കണക്ഷൻ ലെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേരിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ്, സെൻഡറും റിസീവറും തമ്മിൽ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. സെൻഡർ മെസ്സേജസ് അയക്കുന്നു, റിസീവർ അത് സ്വീകരിക്കുന്നുണ്ടോന്നോ, അല്ലെങ്കിൽ അത് ഇവിടുന്ന് പോയ പാക്കറ്റ് എല്ലാം അവിടെ എത്തിച്ചേർന്നോന്നോ, എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അക്നോളജ്മെന്റ് സിസ്റ്റം ഇല്ല. ഓക്കെ, അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, കണക്ഷൻ ലെസ് എന്ന് പറയാം. The source process needs to divide its message into chunks of data of the size acceptable by the transport layer and deliver them to transport layer one by one. അതായത് ആപ്ലിക്കേഷൻ ലെയറിലാണുള്ള പ്രോസസ്സ് ഉണ്ടാവുക. നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിനെ കുറിച്ച് പഠിക്കുക. ആപ്ലിക്കേഷൻ ലെയറിലെ പ്രോസസ്സിനെ എന്ത് ചെയ്യണം, മെസ്സേജിനെ നമ്മൾ പല ചെറിയ ചെറിയ എന്താ പറയാ ഡേറ്റ പാക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ലെയറിൽ അക്സെപ്റ്റ് ചെയ്യാവുന്ന ഡേറ്റയുടെ സൈസും ട്രാൻസ്പോർട്ട് ലെയറിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഡേറ്റയുടെ സൈസും സെയിം ആവണമെന്നില്ല. അതായത് ഒരു ലിമിറ്റ്, എന്താ പറയാം, ഇപ്പം ഓരോരുത്തർക്കും നമ്മൾ ഓരോ കപ്പാസിറ്റി എന്ന് പറയില്ലേ, അതായത് ചില കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും, ചിലർക്ക് അത് ഉണ്ടാവത്തില്ല എന്ന് പറയുന്നത് അവരുടെ ഒരു കപ്പാസിറ്റി. അതേപോലെ തന്നെ ഓരോ ലെയറിനും ഓരോ കപ്പാസിറ്റിയാണ്. ആപ്ലിക്കേഷൻ ലെയറിലെ സപ്പോസ് ആപ്ലിക്കേഷൻ ലെയറിന് 100 MB ഡേറ്റ സെൻഡ് ചെയ്യാൻ അറ്റ് എ ടൈമിൽ സെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിൽ വന്നു കഴിയുമ്പോൾ 10 MB ഡേറ്റ ആയിരിക്കും പറ്റുള്ളൂ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, ആ 100 MB ഡേറ്റേനെ ഞാൻ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും അല്ലെ. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്പോർട്ട് ലെയറിലോട്ട് അയക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്യും, ഈ ഓരോ ഡേറ്റ വരുന്നതിനെയും അല്ലെങ്കിൽ ഓരോ സെപ്പറേറ്റ് യൂണിറ്റിനെയും എന്തായിട്ടാണ് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇത് ഒരു പാക്കറ്റിനെ തന്നെ ഡിവൈഡ് ചെയ്തതാണോ എന്ന് ആർക്കും മനസ്സിലാവത്തില്ല. ട്രാൻസ്പോർട്ട് ലെയറിന് മനസ്സിലാവത്തില്ല. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്യും, ഈ കിട്ടുന്ന ഡേറ്റനെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഇതിനെ റിസീവറിനകത്തൊക്കെ അയക്കും. ഓക്കെ, റിസീവറിന്റെ സൈഡിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഈ പാക്കറ്റ്സ് ചിലപ്പോൾ എങ്ങനെയായിരിക്കും, ഔട്ട് ഓഫ് ഓർഡർ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അതിനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. മനസ്സിലായോ? അതായത് ഇവിടെ നിന്ന്
ഞാൻ 100 MB ഉള്ള പാക്കറ്റിനെ ഞാൻ 10 MB എന്ന് പറഞ്ഞ് 10 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഈ 10 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് റിസീവറിന്റെ സൈഡിൽ എത്തുമ്പോൾ 10 എണ്ണമായിട്ടാണല്ലോ എത്തുന്നത്. ഓക്കെ, അപ്പൊ അവിടെ 10 എണ്ണമായിട്ട് എത്തുമ്പോൾ അവിടെ ഒരിക്കലും റിസീവറിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല ഇതിൽ ഏതാണ് ആദ്യത്തത്, ഏതാണ് അവസാനത്തത്, ഏതാണ് ഇൻ ബിറ്റ്വീൻ 2 3 ഒക്കെ ഇടയ്ക്ക് വരുന്നതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, ഇവിടെ നിന്ന് അയക്കുന്നതിന് എന്താണ് ഒരു സീക്വൻസ് നമ്പർ ഇല്ല, അക്നോളജ്മെന്റ് നമ്പർ ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കണക്ഷൻ ലെസ് എന്ന് പറയാം. ആ കണക്ഷൻ ലെസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, എററിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, കൺജങ്ഷനെ ഒന്നിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് ആയിട്ട് കണക്ഷൻ ഓറിയന്റഡ്. കണക്ഷൻ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ക്ലയന്റ് ആൻഡ് സെർവർ ഫസ്റ്റ് നീഡ് ടു എസ്റ്റാബ്ലിഷ് എ ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദംസെൽസ്. കണക്ഷൻ ഓറിയന്റഡ് സർവീസിനകത്ത് ഫസ്റ്റ് സെൻഡറും റിസീവറും തമ്മിൽ എന്ത് ചെയ്യും, അവർ തമ്മിൽ ഒരു എന്താ പറയാ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തും. അതായത് നമുക്ക് ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ ആർ യു റെഡി, ഓക്കെ, സെൻഡർ ചോദിക്കും നിങ്ങൾ റെഡിയാണോ, അപ്പൊ റിസീവർ പറയും ഞാൻ റെഡിയാണ്. ഓക്കെ, അങ്ങനെ എന്താണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു ലോജിക്കൽ കണക്ഷൻ ആദ്യമേ എന്ത് ചെയ്യും, ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡേറ്റനെ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ആ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യും, ആ കണക്ഷൻ അങ്ങ് ക്ലോസും ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള സർവീസിന് പറയുന്ന പേരാണ് എന്ത്, കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്, കണക്ഷൻ ഓറിയന്റഡ് സർവീസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ട്രാൻസ്പോർട്ട് ലെയറിനകത്തോ സർവീസിന് ട്രാൻസ്പോർട്ട് ലെയറിന് ഒന്നെങ്കിൽ അത് കണക്ഷൻ ഓറിയന്റഡ് ആവാം, കണക്ഷൻ ലെസ് ആവാം. നമ്മൾ യൂസ് ചെയ്യുന്ന TCP ആണെങ്കിൽ അത് കണക്ഷൻ ഓറിയന്റഡ് ആയിരിക്കും, നമ്മൾ യൂസ് ചെയ്യുന്ന UDP ആണെങ്കിൽ കണക്ഷൻ ലെസ് ആയിരിക്കും. കണക്ഷൻ ഓറിയന്റഡ് ആണെങ്കിൽ നമുക്ക് അവിടെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ട്, എററിനെ കൺട്രോൾ ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ട്, കൺജങ്ഷനെ കൺട്രോൾ ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഇത് നോക്കിയിട്ട് ഒന്ന് പറയാൻ പറ്റുമോ, ഇത് കണക്ഷൻ ഓറിയന്റഡ് ആയിരിക്കും, കണക്ഷൻ ലെസ് ആയിരിക്കും? ഇത് ഒരു ഫിഗർ ആണ്. ഈ ഫിഗറിനകത്ത് നോക്കിയിട്ട് ഇവിടെയുള്ള എന്താ പറയാ, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന കണക്ഷൻ ഓറിയന്റഡ് ആണോ, കണക്ഷൻ ലെസ് ആണോ? അടുത്തൊരു ഫിഗർ കൂടെ കാണിക്കാം. ഇത് കണക്ഷൻ ഓറിയന്റഡ് ആണ്, കണക്ഷൻ ലെസ് ആണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ആരും മിണ്ടുന്നില്ല. ഇല്ല, ഇത് കണക്ഷൻ ഓറിയന്റഡ് ആണ്, കണക്ഷൻ ലെസ് ആണെന്ന്. അതായത് ഈ രണ്ട് ഫിഗറും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇതിനകത്ത് നോക്കിക്കേ, ക്ലയന്റിന്റെ സെന്ററിന്റെ സൈഡിലെ ട്രാൻസ്പോർട്ട് ലെയർ, റിസീവറിന്റെ സൈഡിലെ ട്രാൻസ്പോർട്ട് ലെയർ. ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് വരുന്ന എന്താണ്, മെസ്സേജ് 0, മെസ്സേജ് 1, മെസ്സേജ് 2. അത് ട്രാൻസ്പോർട്ട് ലെയർ അയക്കുന്നു. ഓക്കെ, പാക്കറ്റ് 0, പാക്കറ്റ് 1, പാക്കറ്റ് 2. അത് റിസീവറിന്റെ സൈഡിൽ എത്തുമ്പോ എങ്ങനെയാ, കറക്റ്റ് ഓർഡറിലാണോ വന്നേ? അല്ല, റിസീവറിന്റെ സൈഡിൽ മാറി വന്നില്ലേ? മെസ്സേജ് 0 വന്നതിന് ശേഷമാണ് റിസീവറിന്റെ സൈഡിൽ മെസ്സേജ് 2 വന്നതിന് ശേഷമാണ് മെസ്സേജ് വന്നത്. അപ്പൊ ഇവിടെ മെസ്സേജ് 2 എന്ന് പറയുന്നത് എന്താണ്, ഔട്ട് ഓഫ് ഓർഡർ, അതായത് കറക്റ്റ് ഓർഡറിലല്ല വന്നത്. ഓക്കെ, ഈ മെസ്സേജ് 2 എന്ന് പറയുന്നത് കറക്റ്റ് ഓർഡറിൽ അല്ലാത്തത് കൊണ്ട് അതെന്തായി പോവും, ഡിസ്കാർഡ് ആയി പോവും. ഓക്കെ, ഔട്ട് ഓഫ് ഓർഡർ എന്തായിരിക്കും, ചിലപ്പോൾ ഡിസ്കാർഡ് ആയി പോവും. അപ്പൊ നമുക്ക് എന്താണ്, ഡേറ്റ ലോസ് ആയി പോകും. അപ്പൊ ഇത് കണക്ഷൻ ഓറിയന്റഡ് ആയിരിക്കും, കണക്ഷൻ ലെസ് ആയിരിക്കും? കണക്ഷൻ ലെസ് ആയിരിക്കും. അങ്ങനെയല്ല, എന്താ പറഞ്ഞു കേട്ടില്ല കേട്ടോ. അതെ, കണക്ഷൻ ലെസ്. ഓക്കെ, ഇനി താഴത്തെ ഫിഗർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സെന്ററിന്റെ സൈഡിലുള്ള ആപ്ലിക്കേഷൻ ലെയറും ആദ്യമേ എന്താണ്, ഒരു റിക്വസ്റ്റ് കൊടുക്കും. ഓക്കെ, റിസീവറിന്റെ സൈഡിലോട്ട് റിക്വസ്റ്റ് കൊടുക്കും. രണ്ടുപേരും റെഡി ആണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്താണ്, ഒരു കണക്ഷൻ ആദ്യമേ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, മെസ്സേജസ് അയക്കും. ഓക്കെ, അപ്പൊ ഈ പാക്കറ്റ് 0 ഇവിടെ റിസീവറിൽ എത്തുന്നത് ഔട്ട് ഓഫ് ഓർഡർ ആണ്. പക്ഷെ ഇതെന്താണ് കണക്ഷൻ ഓറിയന്റഡ് ആയതുകൊണ്ട് മെസ്സേജ് 2 റിസീവറിന്റെ സൈഡിൽ അക്സെപ്റ്റ് ചെയ്യില്ല, അതിനെ ഹോൾഡ് ചെയ്ത് വെക്കും. മെസ്സേജ് 1 വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മെസ്സേജ് 2 റിസീവ് ചെയ്യുള്ളൂ. മെസ്സേജ് 2 അവിടെ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്ത് വെക്കും. പക്ഷെ അക്സെപ്റ്റ് ചെയ്യില്ല, റിസീവ് ചെയ്യില്ല. റിസീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, മെസ്സേജ് 1 വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മെസ്സേജ് 2 റിസീവ് ചെയ്യുള്ളൂ. കാരണം ഇതെന്താണ്, കണക്ഷൻ ഓറിയന്റഡ് ആണ്. അവിടെ നമ്മൾ സീക്വൻസ് നമ്പർ, അക്നോളജ്മെന്റ് നമ്പർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്. ഇനി മെസ്സേജസ് അയച്ച് റിസീവറിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, രണ്ടുപേരും നമ്മൾ എന്ത് ചെയ്യും,
കണക്ഷൻ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇത് കണക്ഷൻ ഓറിയന്റഡ് സർവീസിന്റെ ഫിഗർ ആണ്. ഇതിന് തൊട്ട് മുന്നേ കാണിച്ചത് കണക്ഷൻ ലെസ് സർവീസിന്റെ ഫിഗർ ആണ്. മനസ്സിലായല്ലോ അല്ലെ? ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് UDP ഉണ്ട്, TCP ഉണ്ട്. അപ്പൊ UDPക്കകത്ത് നമ്മൾ അതിനകത്ത് ഹെഡറിന്റെ ഫോർമാറ്റ് പഠിക്കാനുണ്ട്. പിന്നെന്താ ഫീച്ചേഴ്സ്. TCPയിലാണ് പിന്നെ ഇച്ചിരി കൂടെ കൂടുതൽ വരുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ പഠിച്ച ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ എളുപ്പം ഞാൻ കൊണ്ടാകും. ഇതിങ്ങനെ പറയട്ടെ, UDP പറയാലോ അല്ലെ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു ട്രാൻസ്പോർട്ട് ലെയറിൽ മെയിൻലി 2 പ്രോട്ടോകോൾസ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോളും ഉണ്ട്, TCPയും ഉണ്ട്. അതിനകത്ത് UDP എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് പ്രോട്ടോകോൾ ആണ്? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആണ്. ഓക്കെ, UDP എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രാൻസ്പോർട്ട് ലെയറിലെ കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആണ് UDP. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അൺറിലയബിൾ ആണെന്ന് പറയും. കാരണം എന്താ? റിലയബിൾ അല്ല. കാരണം ഇവിടെ അയക്കുന്ന മെസ്സേജസ് ഒക്കെ റിസീവറിന്റെ സൈഡിൽ എത്തണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, റിസീവറിനോട്ട് അറിയാനും പറ്റില്ല, സെൻഡറിനും അറിയാൻ പറ്റില്ല ഏതൊക്കെയാണ് അവിടെ റിസീവ് ആയെന്ന്. ഓക്കെ, അവിടെ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു കണക്ഷൻ ലെസ്സിനകത്ത് എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. നോ എറർ കൺട്രോൾ, നോ ഫ്ലോ കൺട്രോൾ, ഹെൻസ് എ വെരി സിമ്പിൾ പ്രോട്ടോകോൾ വിത്ത് മിനിമം ഓവർഹെഡ്. അതുകൊണ്ട് നമുക്ക് തന്നെ ഈ UDP യൂസ് ചെയ്യുന്ന സിനാരിയോ എന്ന് പറയുന്നത് നമുക്ക് ഫ്ലോ കൺട്രോളിങ് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, എറർ കൺട്രോളിങ് വരേണ്ടടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, റിലയബിൾ കമ്മ്യൂണിക്കേഷൻ വേണ്ടടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊന്നും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല? UDP പ്രോട്ടോകോൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇനി ഇഫ് എ പ്രോസസ് വാണ്ട് ടു സെൻഡ് എ സ്മോൾ മെസ്സേജ് ആൻഡ് ഡസ് നോട്ട് കെയർ മച്ച് അബൌട്ട് റിലയബിലിറ്റി, അതായത് എനിക്ക് അയക്കേണ്ട മെസ്സേജസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, ഞാനിവിടെ റിലയബിലിറ്റിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? UDP യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ വളരെ ചെറിയ മെസ്സേജസ് ആണെങ്കിലും റിലയബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? UDP യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം UDP അൺറിലയബിൾ പ്രോട്ടോകോൾ ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ അയക്കുന്ന മെസ്സേജസിന് അല്ലെങ്കിൽ ആ പാക്കറ്റിന് നമ്മൾ പറയുന്ന പേരെന്താണ്? യൂസർ ഡേറ്റാഗ്രാം. അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ട്രാൻസ്പോർട്ട് ലെയറിൽ നമ്മൾ ഡേറ്റയ്ക്ക് 2 പേരാ പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ട്രാൻസ്പോർട്ട് ലെയറിൽ ഡേറ്റയ്ക്ക് നമ്മൾ 2 പേര് പറയും. എന്തൊക്കെയായിരുന്നു? സെഗ്മെന്റ്. TCP ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? സെഗ്മെന്റ് എന്ന് പറയും. UDP ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയും? യൂസർ ഡേറ്റാഗ്രാം. ഓക്കെ, UDP ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാം? യൂസർ ഡേറ്റാഗ്രാം എന്നാണ് പറയാം. ഇനി ഇത് UDP ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയറിൽ വന്നു കഴിയുമ്പോൾ ഒരു ഹെഡർ ആഡ് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അല്ലെ? എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ലെയറിലും വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഹെഡർ, കുറച്ച് ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ട്രാൻസ്പോർട്ട് ലെയറിലെ പ്രോട്ടോകോൾ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ തൊട്ട് മേളിൽ നിന്നും കിട്ടുന്ന ഡേറ്റ എന്താ? തൊട്ട് മേളിൽ നിന്നും കിട്ടുന്ന ഡേറ്റ എന്താ? ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ എന്താ? എന്താണ്? മെസ്സേജ്. മെസ്സേജ്. ഓക്കെ, ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്, അതാണ് ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ വരുമ്പോൾ ഡേറ്റ. ഓക്കെ, ആപ്ലിക്കേഷൻ ലെയറിലെ മെസ്സേജ് ആണ് ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ. ഇപ്പൊ ഇവിടെ ഒരു UDP യൂസർ ഡേറ്റാഗ്രാം എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കണം കാണാമല്ലോ അല്ലെ? അതിൻ്റെ അകത്ത് ആ നീല കളറിൽ കാണിച്ചിരിക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് മേളിലുള്ള ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് ആണ്. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ വന്നു കഴിഞ്ഞപ്പോൾ UDP എന്ത് ചെയ്യും? അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യും? ഒരു ഹെഡർ ആഡ് ചെയ്യും. ഓക്കെ, ആ ഹെഡറിന്റെ ലെന്ത് എത്രയാ നോക്കൂ. ഹെഡർ എത്ര ബൈറ്റ് ഹെഡർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ലെയർ ആഡ് ചെയ്യുന്നത് 8 ബൈറ്റ് ഉള്ള ഒരു ഹെഡർ ആണ് ആഡ് ചെയ്യുക. 8 ബൈറ്റ് ഉള്ള ഹെഡർ. ഇനി ആ ഹെഡറിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. ഹെഡറിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ പറഞ്ഞായിരുന്നു എത്ര ബൈറ്റ് ആണ്? 8 ബൈറ്റ്. അതില് 2 ബൈറ്റ് സോഴ്സിന്റെ പോർട്ട് നമ്പർ. പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഡിവൈസിൽ നിന്നാണോ നമ്മൾ അയക്കുന്നത് ആ ഡിവൈസിലെ പ്രോസസ്സിന്റെ പോർട്ട് നമ്പർ ആയിരിക്കും എന്ത്? 2 ബൈറ്റ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള 2 ബൈറ്റ് എന്തായിരിക്കും? ഏത് ഡിവൈസിലെ പോർട്ടിലോട്ടാണോ അയക്കേണ്ടത് ആ പോർട്ട് നമ്പർ ആയിരിക്കും എന്ത്? ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ 2 ബൈറ്റ്. പിന്നെ ഒരു 2 ബൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോട്ടൽ ലെന്ത്, അതായത് ഈ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് പ്ലസ് ഹെഡറിന്റെ ലെന്ത്, അതാണ് ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ബൈറ്റ് യൂസ് ചെയ്യും. പിന്നെ ഒരു 2 ബൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെക്ക് സമ്മിന് വേണ്ടിയിട്ടാണ്. അതായത് ചെക്ക് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് ലെയർ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് സം ചെയ്യാൻ, അതായത് എറർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് സം മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ആ ചെക്ക് സം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ബൈറ്റ് യൂസ് ചെയ്യുക. അങ്ങനെ എന്താണ് 2 × 4 8 ബൈറ്റ് നമ്മൾ ഹെഡർ ആഡ് ചെയ്യും. ആ ഹെഡറിനകത്ത് 2 ബൈറ്റ് എന്തായിരിക്കും സോഴ്സിന്റെ പോർട്ട് നമ്പർ, 2 ബൈറ്റ് എന്തായിരിക്കും ഡെസ്റ്റിനേഷന്റെ പോർട്ട് നമ്പർ, 2 ബൈറ്റ് എന്തായിരിക്കും ടോട്ടൽ ലെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡറിന്റെ ലെന്ത് പ്ലസ് ഡേറ്റയുടെ ലെന്ത്, ഹെഡറിന്റെ ലെന്ത് പ്ലസ് ഡേറ്റയുടെ ലെന്ത് ആയിരിക്കും ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ബൈറ്റ്. പിന്നെയുള്ള 2 ബൈറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ചെക്ക് സം കൊടുക്കാൻ വേണ്ടിയിട്ട്, എറർ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ചെക്ക് സം കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ബൈറ്റ്. ഇങ്ങനെ 8 ബൈറ്റ് ഹെഡർ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ യൂസർ ഡേറ്റാഗ്രാം അതായത് ട്രാൻസ്പോർട്ട് ലെയറിൽ വന്നു കഴിയുമ്പോൾ ഈ 8 ബൈറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം എത്ര വരെ വരുന്നത് നോക്കിക്കേ, 65535 ബൈറ്റ്സ് വരെ മാക്സിമം വരാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. UDP ചെക്ക് സമ്മിന്റെ കാര്യം, ഫസ്റ്റ് 2 fields define the source and destination port numbers. The total length field 16 bits specifies the total number of bytes of datagram, അതായത് header plus data. Actually it will be smaller than 65535. അതിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ അല്ലേ. പിന്നെ ലാസ്റ്റ് 2 ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെക്ക് സം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കമ്പൽസറി അല്ല, ഓപ്ഷണൽ ആണ് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ഒരു കളർ മാറ്റം കണ്ടത്. ഇനി UDP ചെക്ക് സം കാൽക്കുലേഷൻ, അതിനകത്ത് ഈ ചെക്ക് സം കാൽക്കുലേഷനകത്ത് തന്നെ വേറെയും ഡിവിഷൻ വരുന്നുണ്ട്, അതുകൂടി ഒന്ന് പറഞ്ഞേക്കാം. ഇത് ഈ ഫിഗർ കാണാലോ അല്ലെ, ഓക്കെ. ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഹെഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ നീല കളറിൽ കാണുന്ന നമ്മുടെ ഡേറ്റ, അതായത് ആപ്ലിക്കേഷൻ ലെയറിൽ നിന്നും വരുന്ന ഡേറ്റ. ഓക്കെ, ഇനി അതിന്റെ തൊട്ട് മേളിലുള്ളത് എന്താണ്, നമ്മൾ 4 എണ്ണം പറഞ്ഞായിരുന്നു. 2 ബൈറ്റ് സോഴ്സിന്റെ പോർട്ട് അഡ്രസ്, 2 ബൈറ്റ് ഡെസ്റ്റിനേഷന്റെ പോർട്ട് അഡ്രസ്, 2 ബൈറ്റ് ടോട്ടൽ ലെന്ത്, പിന്നെ ഉള്ള 2 ബൈറ്റ് എന്താണ് ചെക്ക് സം. ഓക്കെ, ആ ചെക്ക് സമ്മിന്റെ ഡിവിഷൻ ആണ് അതിന്റെ മേളിൽ കാണുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ ബ്ലാക്ക് കളറിൽ? ഓക്കെ, ആ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ് ചെക്ക് സമ്മിന്റെ ബിറ്റുകളാണ്, ചെക്ക് സമ്മിന്റെ ഇൻഫോർമേഷൻസ് ആണ്. ചെക്ക് സമ്മിന്റെ അതിനകത്ത് വരുന്നത് IP അഡ്രസ്, സോഴ്സിന്റെ IP അഡ്രസ് വരും. അത് എത്ര ബൈറ്റാ, 4 ബൈറ്റ് സോഴ്സിന്റെ IP അഡ്രസ് വരും. പിന്നെ എന്താണ് ഒരു 4 ബൈറ്റ് ഡെസ്റ്റിനേഷന്റെ IP അഡ്രസ് വരും. പിന്നെ എന്ത് വരും, ഒരു 2 ബൈറ്റ് ഫുൾ 0 വരും. പിന്നെ എന്താണ് ഒരു 8 ബിറ്റ് പ്രോട്ടോകോൾ വരും. പിന്നെ ഒരു 16 ബിറ്റ് UDPയുടെ ടോട്ടൽ ലെന്ത്. ഇത് ഇത്രയും, ഇത് എക്സ്ട്രാ. ഇത് ഈ ചെക്ക് സമ്മിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ളതാ. ഇനി ഈ ചെക്ക് സം ഇവിടെ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കേ. ഓക്കെ, ഇവിടെ ചെക്ക് സം കൊടുത്തിട്ടില്ല എങ്കിൽ എന്തായിരിക്കും, ഇതെല്ലാം സീറോസ് ആയിരിക്കും കേട്ടോ. ഈ UDP സർവീസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിൽ പറയുന്ന എല്ലാ സർവീസസും നമുക്ക് എന്ത് പറയാം, ഇതിനകത്ത് പറയാം. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഡേറ്റ കൊടുത്തിട്ടില്ല, ഞാൻ ഹെഡിങ്ങുകൾ മാത്രമേ കൊടുത്തുള്ളൂ. നമ്മളോട് ഇപ്പൊ essay ആയിട്ട് UDP സർവീസസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താ പറയേണ്ടത്, ട്രാൻസ്പോർട്ട് ലെയറിന്റെ എല്ലാ സർവീസസും UDPയുടെ സർവീസസ് ആണ്. ഓക്കെ, ഇനി എക്സ്ട്രാ ഇവിടെ പറയുന്നത് എന്താ, ക്യൂയിങ്, സം പ്രോസസ് ഹാവ് ഇൻകമിങ്, അല്ല അതൊക്കെ തന്നെ പറഞ്ഞാൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇവിടെ ക്യൂയിങ് എന്ന് പറയുന്ന ഒരു പോയിന്റ് മാത്രമേ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളൂ. സം പ്രോസസ് ഹാവ് ഇൻകമിങ്, അതായത് നമ്മൾ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ബഫറിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലോ കൺട്രോളിങ്ങിനകത്ത്, അതാണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും എക്സ്ട്രാ ഇല്ല. അപ്പൊ UDP സർവീസസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയർ സർവീസസ് തന്നെയാണ് കേട്ടോ. അത് essay ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ട്രാൻസ്പോർട്ട് ലെയർ സർവീസസ്. UDPയുടെ ഫീച്ചേഴ്സ്, ആപ്ലിക്കേഷൻസ് ഇനി അടുത്ത ക്ലാസ് എടുക്കാൻ തോന്നുന്നു അല്ലെ. അത് ഇതും കൂടെ പറയണോ? ഒന്നുമില്ല, നമ്മൾ ആദ്യമേ പറഞ്ഞ UDPയിൽ നമ്മൾ പറഞ്ഞല്ലോ അൺറിലയബിൾ പ്രോട്ടോകോൾ ആണ്. ഓക്കെ, ചെറിയ മെസ്സേജസ് അയക്കാനാണെങ്കിൽ ഓക്കെ ആണ്. പക്ഷെ വലിയ മെസ്സേജ് ആകുമ്പോൾ എന്തായിരിക്കും, നമുക്ക് UDP യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ റിലയബിലിറ്റി വേണ്ടിടത്തൊന്നും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല. ആ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറയുന്നത്. അടുത്ത TCP അടുത്ത ക്ലാസ്സിൽ എടുക്കാവേ.